ഹായ് ഗൈസ്, വെൽക്കം ടു ഷാങ്സ് ഇൻഫോ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക് ചലാൻസ് ഒക്കെ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അടയ്ക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാഫിക് ചലാൻസ് ഒക്കെ ഇഷ്യൂ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഫ്യൂച്ചർ എന്ത് MVDയുടെ പരിവാഹൻ ത്രൂ ആപ്പിന് നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റോ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ചലാൻസ് ഒക്കെ നമ്മൾ പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ അത് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിവാഹൻ വെബ്സൈറ്റ് parivahan.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോവുക. എന്നിട്ട് അതിനകത്ത് ഓൺലൈൻ സർവീസസ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതിനകത്ത് ഈ ചലാൻ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് റൈറ്റ് സൈഡിൽ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ചലാൻ ഡീറ്റെയിൽസിൻ്റെ അവിടെ റൈറ്റ് സൈഡിലെ സെക്ഷൻ വെഹിക്കിൾ നമ്പർ എൻട്രി ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. വെഹിക്കിൾ നമ്പർ എൻട്രി ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്യാപ്ച എൻട്രി ചെയ്തതിന് ശേഷം നമുക്ക് ഗെറ്റ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ വന്നേക്കുന്ന ചലാൻസ് കംപ്ലീറ്റ് അതിനകത്ത് ഡിസ്പ്ലേഡ് ആവും. അതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യാത്തതൊക്കെ പേ നൗ എന്ന് പറഞ്ഞ ബട്ടൺ റൈറ്റ് സൈഡിൽ എനേബിൾഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചലാൻ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ചലാൻ നമ്പർ എന്നാണ്, ചലാൻ ഡേറ്റും ടൈമും എമൗണ്ട് ഇതൊക്കെ കാണിക്കും. പെൻഡിങ് എന്നുണ്ട് കാണിക്കുന്നത്. അതിനകത്ത് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് ചലാൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ആ ചലാൻ ഇഷ്യൂ ചെയ്തേക്കുന്നത്? ഇതിപ്പോൾ അൺഓതറൈസ്ഡ് പാർക്കിങ്ങിൻ്റെയാണ്. എന്തുകൊണ്ടാണ് ആ ചലാൻ ഇഷ്യൂ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു സെക്ഷനിൽ നമ്മൾ പാർക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിലും സെക്ഷൻ വൈസും കംപ്ലീറ്റ് ഡീറ്റെയിലും അതിനകത്ത് കാണിക്കും. അത് നമുക്ക് ഒന്നല്ലെങ്കിൽ PDF സേവ് ചെയ്യാം. പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കാനുള്ള പ്രശ്നമുണ്ട്. ഇതേപോലെ തന്നെ കണ്ടോ, അതിനകത്ത് ഇപ്പോൾ നമ്മൾ ചലാൻ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് വെഹിക്കിളിൻ്റെ. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ആ ചലാൻ്റെ ചാർജസ് എന്ന് പറഞ്ഞിട്ടും എഴുതി കാണും. വെഹിക്കിൾ അൺഓതറൈസ്ഡ് പാർക്കിംഗ് ആണ് ഇതിനകത്ത് ചാർജസ് വരുന്നത്. ഇതേപോലെ തന്നെ വേറൊരു ചലാനും കൂടി നമുക്ക് വെഹിക്കിളിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ചലാനും അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വെഹിക്കിളിന് ടാക്സ് അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഒരു ചലാനാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് വെഹിക്കിളിന്. ഇത് സെക്കൻഡ് ചലാനാണ്. ഇപ്പോൾ 2 ചലാൻ നമ്മുടെ വെഹിക്കിളിന് ഇഷ്യൂ ചെയ്തേക്കുന്നതിൻ്റെ പെൻഡിങ് കിടക്കുന്നുണ്ട്. ഈ 2 ചലാനും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാതെ നമുക്ക് ബാക്കിയുള്ള പരിവാഹൻ ത്രൂ എന്തെങ്കിലും സർവീസസ് അവൈൽ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ 2 ചലാൻ പെൻഡിങ് കിടക്കണ കാരണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ചലാൻ്റെയും പേയ്മെൻറ്റ് ചെയ്യുക. അത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓരോന്നായിട്ട് നമുക്ക് എടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ പേയ്മെൻറ്റ്. ഇതും അതേപോലെ തന്നെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ചാർജസ് എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഡ്രൈവിംഗ് വിത്തൗട്ട് യൂണിഫോം എന്നുള്ള രീതിയിലാണ് എഴുതിയേക്കുന്നത്. അതിന് ചാർജ് 250 ആണ്. അപ്പോൾ 250 ചാർജസ് നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് അതിനകത്ത് ആ പർട്ടിക്കുലർ ചാർജിൻ്റെ റൈറ്റ് സൈഡിൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് മൊബൈൽ വെരിഫിക്കേഷൻ ചോദിക്കും. നമുക്ക് RC ഓണറിൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുക, സെൻഡ് OTP അടിക്കുക ഓപ്ഷൻ. OTP വരുമ്പോഴത്തേക്കും നമ്മൾ ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ കൊടുത്തതിന് ശേഷം ആണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനിലേക്കാണ് പോകുന്നത്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. സെലക്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ, ട്രഷറി, ഐ അക്സെപ്റ്റ് ടേംസ്, സബ്മിറ്റ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ പ്രിഫേർഡ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ടു പേ അടിക്കുകയാണ്. ഞാൻ UPI പേയ്മെൻ്റ് ആണ് ചെയ്തത്, QR കോഡ് വഴി. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൗകര്യമുള്ള അനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫൈനലായിട്ടുള്ള റെസിപ്റ്റ് പേജ് വരും. ആ പേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം ഇൻ കേസ് ഈ സെയിം ചലാൻ്റെ ഇഷ്യൂ ഫ്യൂച്ചറിൽ വരുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് നമുക്ക് ഫൈനൽ പേജ് വരുന്നത്. പിന്നെ അത് ജനറേറ്റ് പ്രിൻ്റ് യുവർ റെസിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അത് ചെയ്തിട്ട് നമ്മൾ ഈ ചലാൻ സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്മുടെ വെഹിക്കിളിൻ്റെ ചലാൻ ഏതെങ്കിലും ക്രിയേറ്റഡ് ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. ഇത്ര വളരെ സിമ്പിളാണ്. നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ.
ഇപ്പോൾ ഈ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും പരിവാഹൻ്റെ സർവീസസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ വീഡിയോന് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.